നമ്മുടെ ഇന്നത്തെ താരം കോളിഫ്ലവർ ആട്ടാ. കോളിഫ്ലവർ വെച്ചിട്ട് ഒരു അടിപൊളി കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മമ്മി ഇതാ കോളിഫ്ലവർ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് എടുക്കണം. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പുഴുവും പ്രാണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ നമ്മളത് നോക്കി അരിഞ്ഞ് എടുക്കണം. അപ്പൊ അത് അരിഞ്ഞു കൊണ്ടുവരട്ടെ കേട്ടാ. കോളിഫ്ലവർ ഇവിടെ നല്ല രീതിയിൽ നമ്മൾ എല്ലാ പൂക്കളും അടർത്തി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. ചെറുതായിട്ടാണ് മമ്മി എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകിയിട്ടുണ്ട്. നമ്മൾ എത്ര കഴുകിയാലും ഇതിന്റെ ഉള്ളിലത്തെ ആ പ്രാണികളൊക്കെ പോണെങ്കിൽ നമുക്കൊന്ന് തിളച്ച വെള്ളത്തിലിടണം. അപ്പൊ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നല്ല രീതിയിൽ വെട്ടി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാണ്. മഞ്ഞള് എപ്പോഴും ഇട്ട് കൊടുക്കുന്നത് നല്ലതാട്ടാ. നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും വേവിക്കണ്ട. ഒരു 2 തിള വന്നു കഴിഞ്ഞാല് നമുക്കിത് പെട്ടെന്ന് തന്നെ ഊറ്റിയെടുക്കാം. ഇതൊന്ന് മൂടി വെക്കാം പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ കോളിഫ്ലവർ ഇവിടെ 2 തിള തിളച്ചപ്പോ തന്നെ മമ്മി ഓഫാക്കി ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ എല്ലാ അഴുക്കുകളും പോയിണ്ട് നല്ല രീതിയിൽ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക്, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം, അതുപോലെ ഒരു 5-10 ചെറിയ ഉള്ളി, ഒരു കുഞ്ഞു പീസ് ഇഞ്ചി, ഒരു 2 വെളുത്തുള്ളി ചെറുതായിട്ട് 2 എണ്ണായിട്ട് കീറിയെടുത്തതാണ്. കുരുമുളക് നിങ്ങൾക്ക് എരിവിനെ അനുസരിച്ച് എടുക്കാം. മമ്മി ഇപ്പൊ ഇത്ര എടുത്തിട്ടുള്ളൂ. അപ്പൊ ആദ്യം തന്നെ നമ്മൾക്ക് ഇതിലേക്ക് ഈ കുരുമുളക് ഇട്ട് കൊടുക്കാം. അതിന്റെ ഒപ്പം തന്നെ ഈ ചെറിയ ജീരകം. ഇത് രണ്ടും നല്ല രീതിയിൽ പൊട്ടി വരുമ്പോ അപ്പൊ തന്നെ നമുക്ക് ഈ ചെറിയ ഉള്ളിയും ഈ കുഞ്ഞു പീസ് ഇഞ്ചിയും ഈ വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു തുണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളകും ജീരകമൊക്കെ നല്ല രീതിയിൽ പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മള് ഒരു മുറി തേങ്ങയാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ല രീതിയിൽ നമ്മള് വറുത്തെടുക്കണം. നല്ല ഗോൾഡൻ കളർ ആവണ വരയ്ക്ക് ഒന്ന് നല്ല രീതിയിൽ വറുത്തെടുക്കാം. ഇപ്പൊ ദാ നമ്മുടെ തേങ്ങയൊക്കെ നല്ല രീതിയിൽ കളർ മാറി വന്നിട്ടുണ്ട് കേട്ടാ. നിങ്ങള് തീ കുറച്ച് വെച്ചിത് വറുക്കാൻ നോക്കിയോളോ. പിന്നെ അത് തന്നെയല്ല, കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കും വേണം. എന്നാലാണ് നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്കിത് മൂത്ത് കിട്ടാം. അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞ് അടുക്കി പിടിക്കണ പോലെയാവും. ഇനി നമ്മള് തീയൊന്ന് നല്ല രീതിയിൽ കുറച്ചു കൊടുക്കുക. ഇനി അതിനുശേഷം മമ്മി ഇവിടെ കുറച്ച് പൊടികൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പോ 1.5 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ്, 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. നമ്മുടെ ഈ പൊടികള് ഈ എണ്ണയിൽ കിടന്ന് നല്ല പോലെ മൂത്ത് കിട്ടണം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാട്ടാ. ഞാനിപ്പോ വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഈ പൊടികൾ ഇട്ട് കൊടുത്തോളൂ. ഇതൊന്ന് മൂത്ത് വന്ന ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ആക്കാം. നമ്മുടെ ഈ ചട്ടിക്ക് നല്ല ചൂടുണ്ട്. അപ്പൊ ഇതിൽ കിടന്നിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞോളും, മൂത്ത് വന്നോളും. ഇത് നല്ല പോലെ തണുത്തതിന് ശേഷം നമ്മള് മിക്സിയിലൊന്ന് അരച്ച് കൊണ്ടുവരണം. അപ്പൊ ഇതൊന്ന് നല്ല രീതിയിൽ തണുക്കട്ടെ. അരച്ച് കൊണ്ടുവന്നിട്ട് കാണിക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് സബോളയും പച്ചമുളകൊക്കെ ഒന്ന് താളിച്ചെടുക്കാനുണ്ട്. അപ്പൊ ഒരു 1.5 സബോള കേട്ടാ എടുത്തിരിക്കുന്നത്. സബോള ഒരുപാട് വേണ്ട. നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതെടുത്താലും കുഴപ്പമൊന്നുമില്ല. അതാവുമ്പോ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഈ സബോള നല്ല പോലെ ഒന്ന് വഴറ്റി എടുക്കണം. പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടാ. നന്നായിട്ടൊന്ന് വാടി വരണം. ഒപ്പം തന്നെ ഒരു 2 പച്ചമുളക് അരിഞ്ഞെടുത്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്. അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് മൂത്ത് വരണം. നമ്മൾ ഉപ്പൊക്കെ ഇട്ട കാരണം പെട്ടെന്ന് തന്നെ വാടി കിട്ടിയോളും. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ.
ഇപ്പൊ നമ്മുടെ സബോളയൊക്കെ നല്ല പോലെ വാടി വന്നിട്ടുണ്ട് കേട്ടാ. ഈ സമയത്ത് ഒരു വലിയ തക്കാളി നന്നായിട്ട് പഴുത്തതാണ്. ഈ കറിക്ക് ഒരുപാട് പുളി വേണ്ട. അധികം പഴുപ്പാവാത്ത തക്കാളിയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ചേർത്താൽ മതി. ഇത് നന്നായി പഴുത്തത് കൊണ്ടാണ് ഞാൻ ഒരെണ്ണം ഫുള്ളായിട്ട് എടുത്തത്. ഇപ്പൊ നമ്മള് ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ ഈ തക്കാളി ഒന്ന് വേവാനായിട്ട് അനുവദിക്കണം. നന്നായിട്ട് വെന്ത് ഒന്ന് ഉടഞ്ഞു കിട്ടണം. അപ്പൊ നമുക്കിതൊന്ന് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പൊ നമ്മള് ചേർത്ത് കൊടുത്ത തക്കാളി നല്ല രീതിയിൽ വെന്ത് ഒരുവിധം ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടാ. നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മള് അരച്ചു വെച്ച തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ തേങ്ങ അരച്ചു കൊണ്ടുവന്നതാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ മിക്സിയുടെ ജാറൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചിറ്റിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം. ഇതാ ചെറു താളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ആവശ്യത്തിനുള്ള, നിങ്ങൾക്ക് എത്ര ചാറ് വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടാ. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ചാറ് നല്ലതല്ല, പക്ഷെ വല്ലാണ്ട് തിക്കായാലും നന്നായിരിക്കില്ല. അപ്പൊ ദാ മമ്മി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനി നല്ല രീതിക്കൊന്ന് തിളയ്ക്കണം. ഇപ്പൊ നമ്മള് ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. സബോള വാടാനുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ കോളിഫ്ലവർ വേവിക്കുമ്പോ മമ്മി ഒരു അല്പം ഉപ്പ് ചേർത്തിരുന്നു. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഒരുപാട് ഇടണ്ട, നോക്കിയിട്ട് നമുക്ക് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോണത്, നേരത്തെ മമ്മി പറയാൻ വിട്ടുപോയതാണ്, ഒരു കിഴങ്ങും അതുപോലെ തന്നെ ഒരു ക്യാരറ്റും തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വേവിച്ചെടുത്തതാണ്. അപ്പൊ നമുക്ക് എല്ലാം വേവിച്ച് ഇതിലേക്ക് ചേർക്കുമ്പോൾ നമുക്ക് കറി പെട്ടെന്ന് സെറ്റായി കിട്ടും. അപ്പൊ ദാ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. നന്നായി ഇളക്കി കൊടുക്കാം. വെന്തത് കൊണ്ട് നമുക്ക് ഒരു തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കറി പെട്ടെന്ന് റെഡിയായി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിലിട്ട് വാട്ടിയെടുത്ത കോളിഫ്ലവറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് നന്നായി തിളയ്ക്കണ വരെ നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. കാര്യമെല്ലാം വെന്തത് തന്നെയാണ്, പക്ഷെ ഒന്നും കൂടി ഒന്ന് തിളച്ച് കിട്ടണം. നമ്മുടെ കറി ഇവിടെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടാ. നിങ്ങൾക്ക് ഇത്രയ്ക്കധികം ഗ്രേവി വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. മമ്മി ഇപ്പൊ എന്തായാലും ഓഫാക്കാണ്. ഇത് കറി ഒന്ന് ചൂടാറി കഴിയുമ്പോ ഒന്നും കൂടി ഒന്ന് കട്ടി ആയിക്കോളും. അപ്പൊ ഈ സമയത്ത് മമ്മി 2 ഐറ്റം കൂടി ചേർക്കുന്നുണ്ട്. ഇത് കുറച്ച് പെരിഞ്ജീരകത്തിന്റെ പൊടിയാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഉപ്പും കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചോളാം. ഇനി അടുത്തതായിട്ട് ഇടാൻ പോണത് മല്ലിയുടെ ഇലയാണ്. നിങ്ങൾക്ക് ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് എന്തായാലും ഇതിന്റെ രുചി ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയ്ക്കേ ഉള്ളൂ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി മാറി നിൽക്കേണ്ട വരും ഈ കറി. അപ്പൊ നമുക്ക് ഉടനെ തന്നെ ഗ്യാസ് ഓഫാക്കാം. അപ്പൊ നമ്മുടെ അടിപൊളി കോളിഫ്ലവർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. മമ്മി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇത്. നമ്മൾക്ക് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഏതിനും വേണമെങ്കിലും നമുക്ക് ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഒരു തവണയെങ്കിലും മമ്മിയുടെ മക്കള് ഈ ഒരു രീതിയില് കോളിഫ്ലവർ കിട്ടുമ്പോ വെക്കണം. വെച്ചതിന് ശേഷം നിങ്ങള് അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ പറയണം. പിന്നെ മമ്മിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തന്ന് മമ്മീനെ സഹായിച്ചോളോ. ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും എന്നറിയാം. അപ്പൊ ഇനി നല്ല നല്ല വീഡിയോസ് ആയിട്ട് മമ്മി വീണ്ടും വരും.